ബോസിന് ശേഷം അതുപോലെ കുറെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളൊക്കെ നിങ്ങളെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ പേഴ്സണലി പരസ്പരം ഹേർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരാത്ത, ഒരു ഫ്രെയിമിൽ വരാത്ത, അല്ലെങ്കിൽ ഇനാഗേഷനിൽ വരാത്ത എന്നൊക്കെ രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, രാജകുമാരി എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം, ട്രിവാൻഡ്രത്തിന്റെ സ്നേഹം, ഇതൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ വന്നപ്പോഴാണ് ഇവിടേക്ക് വന്നത്. അപ്പൊ കൂടെ അനുണ്ട്. യാതൊരു തരത്തിലുള്ള എന്താ പറയാ, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ആരൊക്കെയോ പടച്ചുവിടുന്ന കാര്യങ്ങളാണ്. ഇതാ അവിടെ ഒരു ഫ്രെയിമില് ഞങ്ങൾ രണ്ടുപേരും, ഇതാ ഒരു ഫ്രെയിമില്. എന്താ ചോദിച്ച നേരത്തെ ചോദിച്ച ചോദ്യങ്ങളാണ്. തെറ്റായ വാർത്തകൾ നിങ്ങളെ പറ്റി പരസ്പരം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ തെറ്റായ വാർത്തകൾ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. എന്തായിരുന്നു തെറ്റായ വാർത്ത? അനിമോള് തേച്ചത് കൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച്. തേച്ചോ? ആരെ? സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ്, സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്നവർ കുറച്ച് പേരുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട്, മൈൻഡ് ആക്കുന്നില്ല. അതൊക്കെ മൈൻഡ് ആക്കാൻ നോക്കി നിന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിടത്തും എത്താറില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എന്താ വേണ്ട, ഒരു പണി ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. അപ്പൊ എനിക്ക് അവർക്ക് പുച്ഛം മാത്രമല്ല, എനിക്ക് ഒന്നും പറയാനില്ല, ഒന്നും ആവാറില്ല. അങ്ങനെ അതാ ഞാൻ പറഞ്ഞേ, അതൊക്കെ നമ്മൾ പേഴ്സണലായി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ എടുത്തും എത്തത്തില്ല. അത്രേ ഉള്ളൂ.